നമസ്കാരം കൂട്ടുകാരെ, നമുക്കിന്ന് ബീട്രൂട്ട് കിച്ചടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്കിതിനകത്തുനിന്ന് 2 ബീട്രൂട്ട് എടുത്ത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. കിച്ചടിക്ക് ബീട്രൂട്ട് റെഡിയാക്കുമ്പോൾ നന്നായി കനം കുറച്ച് വേണം റെഡിയാക്കാനായിട്ട്. ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടണം. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഒരു ചട്ടിയിലേക്കിട്ട് ഒരു അര ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 3 to 4 മിനിറ്റ് ഒന്ന് വേവിക്കുക. ബീട്രൂട്ട് ഒരു 4 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തുറന്ന് വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി കിട്ടും. നമുക്ക് ഒട്ടും വെള്ളം ആവശ്യമില്ല. ഇനി ഒരു അരപ്പ് തയ്യാറാക്കാം. ഞാനപ്പോൾ അരമുറി തേങ്ങയുടെ പീര എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കാം. നിങ്ങൾക്ക് മിക്സിയിൽ അരക്കണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അരക്കാം. ഞങ്ങളിവിടെ അരകല്ലിലാണ് അരയ്ക്കുന്നത്. ഇനി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ച് ഇതിനകത്തേക്ക് വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് ഇതിനകത്ത് ഇട്ടിട്ടൊന്ന് മൂപ്പിക്കുക. ഇനി ഇതിനകത്തേക്ക് തേങ്ങയും കടുവും കൂടെ അരച്ച അരപ്പിട്ട് കൊടുക്കുക. അരപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് നമ്മൾ ഈ ചട്ടിക്കകത്തിട്ട് നിന്ന് സോട്ട് ചെയ്യുക. അപ്പോൾ ഈ അരപ്പിൻ്റെ പച്ച മണമൊക്കെ മാറി കിട്ടും. അതിനുശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് നമ്മൾ മിക്സിക്കകത്തിട്ട് ഒറ്റ കറക്കിയതാണ്. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കുകയോ അല്ലെങ്കിൽ ഏറ്റവും ലോ മോഡിൽ വെക്കുകയോ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതങ്ങ് പിരിഞ്ഞു പോകും. ഞാനിവിടെ ലോ ഹീറ്റിലാണ് ഫ്ലെയിം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്തിട്ട് 1 മിനിറ്റ് ഇതേ കൂട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യും. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് കിച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.